ഉപകാരമുള്ള അറിവുകൾ അത് നമ്മളെ ജീവിതത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ട്, നാം നേടിയെടുക്കുന്ന അറിവുകൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒരുപക്ഷെ പ്രസംഗിക്കുന്ന എന്നേക്കാളേറെ അറിവുകളുള്ളവർ തീർച്ചയായും ഈ സദസ്സിലുണ്ടാകും. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രബോധനം ഇതുപോലെ പള്ളികളിലുള്ള വയലുകളോ ഏതെങ്കിലും മഹല്ലുകളിലുള്ള മതപ്രഭാഷണ പരമ്പരകളോ കോടികൾ മുടക്കിക്കൊണ്ടുള്ള സമ്മേളനങ്ങളോ ഇതൊന്നുമല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് ഏറെ സജീവമായത്. മറിച്ച് ഓരോ മുസൽമാന്റെയും ഓരോ സഹാബത്തിന്റെയും ജീവിതം, ആ ജീവിതം കണ്ടിട്ടായിരുന്നു ശത്രുക്കൾ പോലും ഇസ്ലാമിനെ സ്നേഹിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതും. ആ തിരിച്ചറിവോടുകൂടി ഇത്ര സമാധാനമാണ്, ഇത്ര സന്തോഷമാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം എനിക്കൊന്ന് പഠിക്കണം, എനിക്കൊന്ന് സ്വീകരിക്കണം എന്ന് ചിന്തിക്കുകയും പിന്നീട് ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിൽ അവരുടെ വിശ്വാസരംഗം, കർമ്മരംഗം, കുടുംബരംഗം, സാമ്പത്തിക രംഗം ഇതൊക്കെ ശുദ്ധീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും മറ്റു പലരുടെയും ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ മക്കയിലെ ഉക്കാള ചന്ത, പേരുകേട്ട ചന്ത, ആ ചന്തയിലേക്ക് ഒരു ജൂതനായ മനുഷ്യൻ കയറി വന്നു. എന്നിട്ട് അദ്ദേഹം തിരക്ക് പിടിച്ച് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് മുൻപിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ സ്ഥലം ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനെനിക്ക് ഇത്ര വില കിട്ടണം. അന്നുവരെ മക്കക്കാരും കേൾക്കാത്ത വിലയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടു നിൽക്കുന്ന സഹാബാക്കളിൽ പലരും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ അതേ അത്ഭുതത്തോടെ ആ ജൂതന്റെ കൂട്ടുകാരായ ചിലർ ചോദിച്ചു, അല്ല സഹോദര, എന്റെ സ്ഥലത്തിന് ഇത്രമാത്രം പ്രത്യേകത എന്താ? ആ സ്ഥലത്തിന് എന്ത് ക്വാളിറ്റിയാണുള്ളത് ഇത്ര വില കൂട്ടി പറയാൻ? ഇത് കേട്ടപ്പം ആ ജൂതനായ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ മറുപടി, മക്ക മദീന നാഷണൽ ഹൈവേന്റെ അരികില എന്റെ ആ സ്ഥലം, അല്ലെങ്കിൽ എന്റെ സ്ഥലത്തുനിന്നൊരു 4 അടി നടന്ന പള്ളിയിലെത്താം. സ്കൂളിന്റെ ഒരൊറ്റ അറ്റത്ത് തന്നെയാണ് എന്റെ സ്ഥലം. 2 or 3 കോലുകുത്തിയാൽ വെള്ളം ഒരിക്കലും വറ്റാത്ത വെള്ളം കിട്ടും. ഇതൊന്നുമല്ല ആ ജൂതൻ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞത്. ആ ജൂതൻ തിരിച്ചു പറഞ്ഞു, എന്റെ ആ സ്ഥലത്തിന്റെ ചുറ്റും താമസിക്കുന്നത് മുഹമ്മദിന്റെ അനുയായികളാണ്. നമ്മൾ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞോടിക്കുകയും ചെയ്ത മുഹമ്മദ് എന്ന അവര് വിശ്വസിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുയായികളാണ് എന്റെ ആ സ്ഥലത്തിന്റെ ചുറ്റും താമസിക്കുന്നത്. അവരെപ്പോലെ സ്നേഹമുള്ള ഒരു അയൽപ്പക്കം, അവരെപ്പോലെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യ വിഭാഗം, അവരെപ്പോലെ അയൽവാസികളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന വില കുറഞ്ഞു പോയോ എന്ന് നിങ്ങൾക്ക് തോന്നും ആ അയൽവാസികളുടെ കൂടെ നിങ്ങൾ 1 or 2 ദിവസം താമസിച്ചാൽ. അതേ പ്രവാചകനെയും അതേ ഇസ്ലാമിനെയും അംഗീകരിക്കുന്ന ഞാനും നിങ്ങളും ഇക്കാലഘട്ടം വരെ നമ്മളെ നാട്ടിലുള്ള ഒരു വ്യക്തി നമ്മളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ. എന്നെപ്പോലുള്ള ആളുകൾ ഈ കോഴിക്കോട് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള വിശ്വാസികള് നന്മണ്ടയൊക്കെ ഉള്ളതുകൊണ്ടാ ഈ നാടിന് ഇത്ര ക്വാളിറ്റി. എന്നെയൊക്കെ കണ്ടിട്ടാ എനിക്ക് ഇസ്ലാമിനെ ഒന്ന് പഠിക്കണം എന്ന് തോന്നിയത്. എന്റെയൊക്കെ സ്വഭാവം കണ്ടിട്ട എനിക്ക് ആ മതത്തെ പറ്റി ഒന്ന് അറിയണം എന്ന് തോന്നിയത്. ഈ കാലഘട്ടം വരെ ഒരു മുസ്ലിം പോലും നമ്മളെ ചൂണ്ടി ചോദിച്ചിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ടാ ഉമ്മത്തെ? വയലിന്റെ കുറവാ? വെള്ളിയാഴ്ച മലയാളത്തിലെ ഹുതുബ കേൾക്കുന്നത് കുറഞ്ഞിട്ടാ? മലയാളത്തിലുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലെ സംഘടനകൾ ഇറക്കാഞ്ഞിട്ടാ? അതിനൊരൊറ്റ മറുപടിയേയുള്ളൂ, നമ്മളെ വിശ്വാസവും നമ്മളെ ജീവിതവും രണ്ടും 2 രീതിക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. നേടിയെടുക്കുന്ന അറിവുകളൊന്നും നമ്മളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല.
ഒരുപാട് അറിവുകൾ നെഞ്ചിൻ കൂടിനുള്ളിലുണ്ടായിട്ടും കർമ്മങ്ങളെ കൊണ്ടും മനസ്സുകളെ കൊണ്ടും സ്വഭാവങ്ങളെ കൊണ്ടും അത് പ്രകടിപ്പിക്കാൻ നമ്മളിൽ പലരെ കൊണ്ടും സാധിക്കുന്നില്ല. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, പലിശ വാങ്ങുന്നവൻ, പലിശ എഴുതുന്നവൻ, പലിശക്ക് സാക്ഷി നിൽക്കുന്നവൻ, പലിശക്ക് മൗനാനുവാദം കൊടുക്കുന്നവൻ, ഇവരെല്ലാം ശപിക്കപ്പെട്ടവരും മാരകമായി ശിക്ഷിക്കപ്പെടുന്നവരുമാണ്. നിങ്ങൾ നിങ്ങളെ സഹോദരന് ഉപകാരമെടുക്കാൻ ഒരു വലിയ പാത്രം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവൻ ആ പാത്രം തിരിച്ചു തരുമ്പം അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ സ്വീകരിക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ, ഇസ്ലാമിന്റെ മര്യാദ. സനദുകളിൽ ചില ദുർബലതയുണ്ടെങ്കിലും കാര്യഗൗരവം ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കത് ഉദ്ധരിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്. ആർക്കെങ്കിലും പലിശയിൽ 30-ൽ ഒരംശമാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അഥവാ 30 രൂപ പലിശയിൽ 29 രൂപയും നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. 1 രൂപ അത് നിങ്ങൾ അങ്ങ് ഉപയോഗിക്കട്ടെ എന്ന് കരുതിയാൽ 30-ൽ ഒരംശം പലിശ തിന്നുന്നവൻ പെറ്റ ഉമ്മാനെ കൂട്ടിക്കൊടുത്ത് നക്കിയവനെ പോലെയാണെന്ന് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മതം. അതുകൊണ്ട് തന്നെ പലിശ സംബന്ധമായ ഒരു ഇടപെടലുകളിലും നിങ്ങൾ നടത്തരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ, ഇന്ന് നിസ്കരിക്കുന്നവന്റെ കിടപ്പാടം പണയത്തില, വാഹനം ലോണില, വീട് ലോണില, കച്ചവട സ്ഥാപനം ലോണില, പല പെണ്ണുങ്ങളെ പണ്ടവും സ്ഥലവും പണയത്തില. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് അള്ളാനോട് ചോദിച്ചിട്ടുണ്ടോ, റബ്ബേ ഈ വക്ത നിസ്കാരത്തിന് ശേഷം റബ്ബിന്റെ നേരെ കൈനീട്ടിയപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചോ, റബ്ബേ എനിക്ക് ആ ഹറാമ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എന്റെ കച്ചവടത്തിൽ ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്, എന്റെ പുര ലോണിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്, എനിക്കതൊന്നും ഇങ്ങനെ രക്ഷപ്പെടുത്തണം റബ്ബേ. പെണ്ണുങ്ങളെ പണ്ടം പണയം വെച്ചത് ഇപ്പോഴും കിടക്കുക, എനിക്കതൊന്ന് എടുത്തിട്ട് എന്റെ സമ്പത്തൊന്ന് ശുദ്ധീകരിക്കണം. ഒരു ഹറാമോടുകൂടി മരിച്ചു പോകുന്ന അവസ്ഥ എനിക്ക് വരുത്തല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കലാണോ നമ്മൾ? അല്ലെങ്കിൽ ഒന്നടച്ചു കഴിഞ്ഞിട്ട് ആധാർ എടുത്തിട്ട് വേണം കാലിക്കറ്റ് ബാങ്ക് കൊണ്ടക്കാൻ, അവിടുന്നും കഴിഞ്ഞിട്ട് വേണം ICICയിൽ കൊണ്ടക്കാൻ, ഓളെ മാലെടുത്തിട്ട് വേണം അത് മറച്ചു വേണമെങ്കിലും കൊണ്ടുവച്ച് പണയം വെക്കാൻ എന്ന മനസ്സാണെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മത്തെ, നമ്മളെ വിശ്വാസവും നമ്മളെ ജീവിതവും രണ്ടും രണ്ടു വഴിക്കാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി ഉദാഹരിക്കുകയാണെങ്കിൽ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ടവനല്ല. പരസ്പരം അലോഗ്യപ്പെട്ട് ജീവിക്കുന്നവർ അള്ളാഹുവിന്റെ ഭവനത്തിൽ പോലും കയറാൻ പാടില്ല. കാരണം അത്തരക്കാർ കയറുന്ന സദസ്സിൽ അള്ളാന്റെ മലക്കുകൾ സാന്നിധ്യം അറിയിക്കുകയില്ല. ഇത്രമാത്രം മദീനത്തെ പള്ളിയിൽ വെച്ച് കണ്ണുനീരോടെ റസൂലുള്ള പഠിപ്പിച്ചു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. പ്രിയപ്പെട്ടവരെ, പരലോകത്തിന്റെ വിഷയത്തിലും കുടുംബത്തിന്റെ വിഷയത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ എന്ന് ഓരോ വക്തിനും ഓരോ ജുമാക്കും സഹാബാക്കളെ അത് ഓതിപ്പഠിപ്പിച്ചിട്ടല്ലാതെ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പ്രസംഗം ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാ യദ്ഖുലുൽ ജന്ന മൻ കാത്തിഉർ റഹിമ, കുടുംബ ബന്ധം മുറിച്ചവർ അള്ളാന്റെ സ്വർഗത്തിലില്ല. ഇന്നോ മുഖത്തോട് മുഖം നോക്കാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. സലാം പറയാത്തവർ, പറഞ്ഞ സലാം അടക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ, മരിക്കുന്നത് വരെ നന്നാവാൻ ആഗ്രഹമില്ലാത്തവര്. ഇപ്പൊക്കെ ജയ, ഞാൻ മരിച്ചാൽ പോലും എന്റെ മയ്യത്ത് കാണാൻ ഓനെ സമ്മതിക്കരുത്, ഇതാ ജയം. ഞങ്ങളത്ര യോഗ്യല്ല, ഞാൻ അങ്ങോട്ടും പോകലില്ല, ഓലാരും ഇങ്ങോട്ടും വരാറില്ല. അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിന്റെ 1ാമത്തെ സൊഫ് കൊണ്ടെക്കുമ്പം ഇതുപോലത്തെ മൈക്ക് കൈമ കിട്ടുന്ന ചില മക്കൾ കണ്ണു നിറഞ്ഞിട്ട് പറയുന്നത് കാണാം, മരിച്ചെന്റെ വാപ്പാന്റെ ഉമ്മാന്റെ കബർ വിശാലാവാൻ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന്. അങ്ങനെ ചോദിക്കാൻ ഏത് മത പഠിപ്പിച്ച്? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മതത്തിൽ അതില്ല. റബീഉൽ അവ്വൽ 12-ന് വഫാത്താകുന്ന ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ ശരീരം തളർന്ന് ഈത്തപ്പന ഓലയിൽ ബോധമില്ലാതെ കിടക്കുമ്പം സഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങളെ മദീനത്തെ പള്ളിയിലൊന്ന് കൊണ്ടോണമെന്ന. റബീഉൽ അവ്വൽ 10-ന് മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിനെ കൊണ്ടച്ച് ഇരുത്തിയപ്പം മിമ്പറിന്റെ 1ാമത്തെ പടിയിലിരുന്ന് തന്നെ സൂക്ഷിക്കുന്ന കാത്തിരിക്കുന്ന 1,00,000-ൽ പരം സഹാബത്തിനോട് നേർക്ക് നേരെ പൊരുത്തം വാങ്ങി പൊരുത്തപ്പെടിച്ച് സലാം പറഞ്ഞിട്ടാ അള്ളാന്റെ ഹബീബ് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി. പക്ഷെ നമ്മളതിനൊരുക്കല്ല, നമ്മളിപ്പോഴും വാശിയില്ല. നമുക്ക് നിസ്കാരത്തയമ്പേ ഉള്ളൂ, മനസ്സിൽ ഈമാൻ കയറിയിട്ടില്ല. ആള് നല്ല മുത്തക്കിയായിരിക്കും, കോലത്തിലും രൂപത്തിലും. അവ്വൽ വക്തിന് പള്ളിയിലെത്തും, 5 വക്തും തെറ്റിക്കൂല, നാട്ടിൽ 10-100 കൊടുക്കും, പള്ളിന്റെ എല്ലാ കാര്യത്തിലുണ്ടാകും, സംഘടനാ ഭാരവാഹിയായിരിക്കും, തലതൊട്ട നാട്ടിലെ പേരിയട്ട തറവാട്ടുകാരനായിരിക്കും. ഇതൊക്കെ തന്നെ ഉള്ളൂ.
കുടുംബപ്പോഴും പല വഴിക്കും നീങ്ങിക്കൊണ്ടിരിക്കുക. കുടുംബ ബന്ധം മുറിച്ച ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോലും നിങ്ങൾക്ക് കേൾക്കണോ, മദീന പള്ളിയിൽ അള്ളാന്റെ റസൂലുള്ള സുജൂദ് ചെയ്യുന്ന സ്ഥലം നോക്കി ഒരു ശത്രു അറാബി വന്ന് മൂത്രൊഴിച്ചു. ഊരിപ്പിടിച്ച വാളുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലിന്റെ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ, സമ്മതം തന്ന ഓന്റെ പെരടി ഞാൻ വെട്ടും, തലയൊടലുപ്പ ഞാൻ വേർപെടുത്തും. പ്രവാചകൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ലാ യാ ഉമർ, വേണ്ട ഉമറെ, തൊടരുത്. മുഴുവൻ സഹാബാക്കളും അമർഷം കൊണ്ടും വേദന കൊണ്ടും വെപ്രാളപ്പെട്ടു നിൽക്കുമ്പം ആ മനുഷ്യനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് റസൂലുള്ള പറഞ്ഞു, പോയിക്കോ, ആരും നിന്നെ ഉപദ്രവിക്കൂല. തിരിച്ചു വന്നകത്ത് മൂത്രൊഴിച്ച ഭാഗത്ത് അല്പം മണ്ണ് നീക്കിയിട്ട് അതിന്റെ മേലെ മറ്റൊരു സഹാബിയോട് അല്പം വെള്ളമൊഴിക്കാൻ പറഞ്ഞ റസൂല് പുഞ്ചിരിയോടെ ആ പള്ളി തന്നെ ഇബാദത്ത് ചെയ്തു. അതേ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞത് ആരോടാണെന്നറിയോ? ഒരാറാബിനോട് റസൂല് കാണിച്ച മര്യാദ പോലും പ്രവാചകൻ കാണിക്കാത്തത് ആരോടാണെന്നറിയോ? കുടുംബ ബന്ധം മുറിച്ച് പള്ളി കയറിയ ഒരു ചെറുപ്പക്കാരനോട് വാപ്പാന്റെ പെങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്നവന്റെ മുഖം നോക്കി റസൂലുള്ള പറഞ്ഞു, ഇറങ്ങിക്കോ അള്ളാന്റെ പള്ളിന്ന്. നീ കാരണം അള്ളാന്റെ ബർക്കത്ത് ഈ സദസ്സിന് തടയാൻ പാടില്ല. ഇതൊന്നും അറിയാത്തവരല്ല നമ്മളാരും. അതുകൊണ്ട് ആ ഹജ്ജിനും ഉംറക്കും കിട്ടിയ സർവ്വ കുടുംബക്കാരന്റെ പൊരേ കയറിയിട്ടും പറയും, ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, എന്റെ പൊരുത്തപ്പെട്ടി വരണം. എന്തിനാ 5.25 ലക്ഷം ഉറുപ്പ്യ മുടക്കുന്ന ഹജ്ജ് നമുക്ക് മക്ബൂലായി കിട്ടണം. 5 ലക്ഷം ഉറുപ്പ്യ മുതലാക്കുന്നത് നമുക്ക് കബൂലായി കിട്ടണം. എന്നാൽ തൊട്ടു മുൻപ് നമസ്കരിച്ച നമസ്കാരം അല്ല കബൂലാക്കണമെങ്കിലും അതേ പൊരുത്തം വേണം. അതുകൊണ്ടാ സൂചിപ്പിച്ചത്, ആളുകളുടെ വിശ്വാസവും ജീവിതവും രണ്ടും രണ്ടു വഴിക്കാണ്. നേടിയെടുക്കുന്ന അറിവുകളൊന്നും പലരുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നില്ല. ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി, നിങ്ങൾ അള്ളാഹുവിന്റെ കണ്ണിൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകണമെങ്കിൽ നിങ്ങൾക്ക് ചില ക്വാളിറ്റികൾ വേണം. നിങ്ങൾ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് റബ്ബിന് തോന്നണം. എങ്കിലേ നമ്മളെ നമസ്കാരത്തിന് അല്ലാഹു വിലയിടൂ, എങ്കിലേ നമ്മളെ നോമ്പിന് പടച്ചോൻ വിലയിടൂ, എങ്കിലേ അള്ളാഹ്ക്ക് നമ്മളൊരു അടിമയാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിശ്വാസിയാണെന്ന് റബ്ബ് ബോധ്യപ്പെടൂ. അത് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഖംസുൻ, 5 കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. 5 സ്വഭാവം. ഈ 5 സ്വഭാവം നമ്മളെ ജീവിതത്തിലുണ്ടോ, അള്ളാഹ് നമ്മളെ സ്നേഹിക്കും. നമ്മളെ മരണം പോലും പടച്ച റബ്ബ് ഏറ്റവും സന്തോഷത്തോടെ ആക്കി തരും. സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, ഏതാണ് 5 കാര്യങ്ങൾ? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സൂക്ഷിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാ? അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. 1, ഇത്തഖിൽ മഹാരിമ ഫതകുൻ അബദന്നാസ്. ഫതകുൻ അബദന്നാസ്, നീ നല്ലൊരു വിശ്വാസിയാണ്, നീ നല്ലോണം ഇബാദത്ത് എടുക്കുന്നവനാന്ന് റബ്ബിന് ബോധ്യപ്പെടണമെങ്കിൽ എന്തുണ്ടായാ മതി? എന്നെ 5 വക്തിനും പള്ളി കണ്ടാ മതി. അല്ല, എന്നെ കോലത്തിലും രൂപത്തിലും ചിഹ്നത്തിലും ഈ ഒരു ഭയങ്കര മുത്തക്കിയായാ മതി. അല്ല, നാട്ടിലെ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ കടിഞ്ഞാണ് പിടിക്കുന്ന പ്രസിഡന്റ് ആയാ മതി. അല്ല, നീ നാട്ടിൽ 100ഉം 1000ഉം കൊടുക്കുന്ന ധനാഢ്യനായാ മതി. പോരാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, നീ ഒരു വിശ്വാസിയാണെന്ന് റബ്ബിന് ബോധ്യപ്പെടണമെങ്കിൽ, നിന്റെ നിസ്കാരവും നോമ്പിനോ ഒക്കെ ആത്മാർത്ഥതയുണ്ടെന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടണമെങ്കിൽ, ഇത്തഖിൽ മഹാരിമ, അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം കഴുത്തു മുറിച്ചു കൊടുക്കേണ്ടി വന്നാലും ആ ഹറാം ഇനി ചെയ്യാൻ പോകരുത്. നിന്റെ പ്രാണൻ വെടിയേണ്ടി വന്നാലും ആ ഹറാമുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിന് ഇനി തയ്യാറാവരുത്. ആ മനസ്സ് നിനക്കുണ്ടോ? ഫതകുൻ അബദന്നാസ്, എങ്കിൽ അള്ളാഹു നിന്നെ ജനങ്ങളിലെ ഏറ്റവും നല്ല ഇബാദത്തുകാരനായി പരിഗണിക്കും. അല്ലെങ്കിലോ അള്ളാഹ്ക്കറിയാം അങ്ങി ഭയങ്കര അഭിനയ, കാര്യത്തോടടുക്കുമ്പോ എനിക്ക് വലിയ ഈമാനൊന്നും ഉണ്ടാവില്ല എന്ന് റബ്ബിനറിയാം. പിന്നെ നിസ്കാരവും നോമ്പും ഒക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ നിർവഹിക്കുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ കണ്ണിൽ നിനക്കൊരു വിശ്വാസിയായി മാറണമെങ്കിൽ അള്ളാഹ് ഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യത്തോട് അതേ ഹറാമിന്റെ മനോഭാവം വെച്ചു പുലർത്തണം. ഏതുപോലെ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം നാഥനിലാണ് എന്ന തിരിച്ചറിവോടെ നീ ജീവിക്കണം. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഒന്ന് മുകളിലേക്ക് എടുക്കുമ്പം ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം മുക്കിപ്പിടിച്ച ശത്രുവിന്റെ കണ്ണിൽ നോക്കി അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർ, എനിക്കിന്റെ പടച്ചോനാ വലുതെന്ന്. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പ് കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റിയപ്പം സുമയ്യ എന്ന നമ്മളെ ധീരവനിത പെങ്ങള് പറഞ്ഞില്ലേ, ഉമ്മ പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർന്ന്.
ചാട്ടവാറുകൊണ്ട് മരുഭൂമിയിൽ കിടത്തി തല്ല് കിട്ടിയപ്പോഴും ശരീരത്തിന്റെ തൊലികളിൽ നിന്ന് മാംസം വേർപെട്ട് തെറിച്ചപ്പോഴും ശത്രുവിന്റെ കണ്ണിൽ നോക്കിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ അല്ലാഹു അക്ബർന്ന്. ആ വിശ്വാസം, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാനെ തള്ളിപ്പറയാത്ത വിശ്വാസം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ശത്രുക്കളായ ആളുകൾ വേഷം മാറി റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ 70 പേരെ തരണം. അവര് വന്നത് സത്യസന്ധമാണെന്ന് തെറ്റിദ്ധരിച്ച റസൂലുള്ള 70 സഹാബാക്കളെ ഹാഫിലീങ്ങളെ പറഞ്ഞയച്ചു. പക്ഷേ കയറി വന്നത് നസാറാക്കളിൽപ്പെട്ട ക്രിസ്ത്യാനികളായ ശത്രുക്കളായിരുന്നു എന്ന് റസൂലുള്ളക്ക് പോലും മനസ്സിലായില്ല. മക്കയുടെ അതിരുവിട്ട് നസാറാക്കളെ പറമ്പിലെത്തിയ സെക്കൻഡിൽ 69 പേരെയും അവര് തോന്നിയ കോലത്തിൽ കൊന്നുകളഞ്ഞു.